പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളതേ നമ്മളെ നവാസിന്റെ അടുത്താണ്. നവാസിനെ എല്ലാവർക്കും അറിയിക്കാരം. നവാസ് നമ്മുടെ കസിനാണ്, നമ്മളെ കാരണവരാണ്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മകനാണ്, ഞങ്ങളെ കളിക്കൂട്ടുകാരനാണ്, ഞങ്ങളെല്ലാം എല്ലാമാണ്. അപ്പോ നവാസിന്റെ പ്രാവ് ഇതിനകം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. 1000 കിലോമീറ്റർ ബോംബെയിൽ നിന്ന് തുറന്നു വിട്ട് 1000 കിലോമീറ്റർ താണ്ടി ഏറ്റവും മികച്ച ടൈമിനുള്ളിൽ ഇവിടെ എത്തി. കഴിഞ്ഞ ഫെബ്രുവരി 20-നാണ് ആ ചരിത്ര സംഭവം ഉണ്ടായത്. ഇതിനകം എല്ലാ മീഡിയകളിലും, പത്രങ്ങളിലും, ഇംഗ്ലീഷ് പത്രങ്ങളിലും, ചാനലുകളിലൊക്കെ അത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അന്ന് പോയതില് ഇപ്പോ 9 പ്രാവാണ് നവാസിലെ 9 പ്രാവാണ് പോയത്. അതിൽ മത്സ്യം പങ്കെടുത്തത് നവാസിന്റെ 9 പ്രാവായിരുന്നു. അതിൽ 7 പ്രാവ് തിരിച്ചു വന്ന്. ഫസ്റ്റ് വന്ന 2 പ്രാവാണ് അന്ന് വാർത്ത വന്നത്. പിന്നെ ഓരോ ദിവസങ്ങളായി, ആഴ്ചകൾക്ക് ശേഷമാണ് ബാക്കിയുള്ള വന്നത്. ഇനി 2 വരാണ്ട്. ഇപ്പൊ വരാനുള്ള പ്രതീക്ഷയിലാണ്, വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നവാസ് കാത്തിരിക്കണേ. നവാസിന്റെ പ്രാവിന്റെ കൂടുകളാണത്. ഇതില് നവാസ് ഏതാണ് ആ പ്രാവ് നമ്മൾ പോയ ഫസ്റ്റ് വന്നിട്ടുള്ള പ്രാവാണ് പച്ചറിങ്. ആ പച്ചറിങ്ങിൽ കാണുന്ന അതാണ് ഫസ്റ്റ് വന്ന പ്രാവ്. ഇതൊക്കെ മത്സരത്തിന് വേണ്ടി സെറ്റ് ആക്കിയിട്ടുള്ള പ്രാവുകളാണ്. രണ്ടാമതായിട്ട് വന്നിട്ടുള്ള മഞ്ഞ റിങ്. ചരിത്രം സൃഷ്ടിക്കുന്ന ആളുകളാട്ടത്, കണ്ടില്ല? ഇതാ. അപ്പൊ 7 പ്രാവ്, ഇനി 2 പ്രാവും കൂടി വരാണ്ട്. ഇവിടെ ഒരു ഇതെന്താ നവാസ? കുട്ടികളാണ്. അത് ശരി, അടുത്ത മത്സരത്തിനുള്ള കുട്ടികളാണ് അല്ലെ? അവരെ കാലിലൊക്കെ ഇതിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് അതൊന്ന് കാണിക്കായിരുന്നു. കാണിക്കും. ഇതിപ്പോ എത്ര പ്രായമായ പ്രാവ്? ഇത് 20 ദിവസമായി. 20 ദിവസമായി. 2 കാലിലും പിന്നെ റിംഗ് ഉണ്ട്. ഒന്ന് ക്ലബ് റിംഗ് ആണ്, മറ്റേത് പേഴ്സണൽ റിംഗ് ആണ്. അത് ശരി, ക്ലബിന്റെ ഒന്ന് പേഴ്സണൽ. ഇതിന് നമ്മൾ എപ്പോഴാണ്, ഇനി എത്ര മാസം കഴിഞ്ഞാൽ ഇതിന് പങ്കെടുപ്പിക്കാൻ കഴിയാ? ഇതിന് പങ്കെടുപ്പിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഇതിപ്പോ അടുത്ത ജനുവരിയിലാണ് നമുക്കിനി. ജനുവരിയിൽ അടുത്ത മത്സരം ഉള്ളത്. അപ്പൊ ആ ജനുവരിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കി എടുത്താം അല്ലെ? ഓക്കെ. ഇതൊക്കെ നവാസ, ഇതൊക്കെ അതെ അങ്ങനത്തെ പ്രാവുകൾ തന്നെ, റേസിംഗ് പീജിയനാണ്. ഈ പ്രാവുകളോട് ഇഷ്ടം തോന്നിയിട്ടാണ് ഇവരെ വാങ്ങിച്ച് വളർത്തി തുടങ്ങിയത്. എത്ര വർഷമായി തുടങ്ങിയിട്ട് പരിപാടി? 8 വർഷം കഴിഞ്ഞപ്പോ. 8 വർഷമായി. ആദ്യമായിട്ടാണ് ഇത്രയും അല്ലെ 1000 കിലോമീറ്റർ പങ്കെടുത്തിട്ട് മത്സരിച്ച് 1ാം സ്ഥാനം നേടിയ ആദ്യമായിട്ടാണ്. മുംബൈയിൽ നിന്ന് എവിടുന്ന് നമ്മളന്ന് പുറപ്പെട്ടത്? കുഡൂസ് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. എത്രാം ദിവസം ഇവിടെ എത്തിയത്? പിറ്റേ ദിവസമാണ് 2 പേര് വന്നത്. പിറ്റേ ദിവസം 2 പേര് വന്നത്. 17-ാം തീയതി ഉച്ചക്ക് പ്രാവുകളെ കൊണ്ടുപോയി. 17-ാം തീയതി ഉച്ചക്ക് പ്രാവുകളെ കൊണ്ടുപോയി. പിന്നെ 18-ാം തീയതി രാത്രിയിലാണ് അവരവിടെ എത്തുന്നത്. പ്രാവിനെ കൊണ്ടുപോയിട്ട് വണ്ടി അവിടെ എത്തുന്നത് 18-ാം തീയതി രാത്രിയില്. 19-ാം തീയതി കാലത്ത് 8 മണിക്കാണ് തുറന്നു വിട്ടത്. അപ്പൊ ഏതായാലും ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. സ്വപ്നച്ചിറകുകൾ. പ്രാവ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. പ്രാവിന്റെ ആ ഒരു മാനസികാവസ്ഥ, അത് വളർത്താണ്ടാകുന്ന ആ റിസ്കുകള്. ചിലർ വിചാരിക്കും ഇതെന്താ ഇത് പ്രാവ് എന്താ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതൊരു വല്ലാത്തൊരു വിനോദമാണ്, ഒരു ഹോബിയാണ്, ശരിക്ക് ഒരു വികാരമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവന് രാവിലെ മുതൽ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ അക്വേറിയം പെറ്റ് സ്റ്റോപ്പ് നടത്തുന്നുണ്ട്. അതിന്റെ ഇടയിൽ സമയം കിട്ടുന്നതനുസരിച്ചാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല സെറ്റപ്പാണ്. ഇവിടെ ഒരു ചെയർ കണ്ടു. ഇവിടെ ഈ ചെയർ ഞാൻ ചോദിച്ചത് ഇതെന്താണ് നവാസ ചോദിച്ചു. അപ്പൊ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പൊ കട്ടൻ ചായ കുടിച്ച് ഈ ചെയറിൽ ഇരുന്നിട്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പ്രാവുകളുടെ കൂട് കേട്ടാ. അപ്പൊ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ കിട്ടുന്ന ഒരു ആനന്ദം അല്ലെ നവാസേ? അത് വല്ലാത്തൊരു ആനന്ദമാണ്. ആളുകൾക്കെല്ലാം ഇതുപോലെ ഒരു ഇരിപ്പിടുണ്ടാവും. ലോഫ്റ്റ് നോക്കിയാണ്ട് ഇരിക്കുക അല്ലെ? അത് വല്ലാത്തൊരു അനുഭവമാണ്. നോക്കിയിട്ടിരിക്കുന്നത് ഏറ്റവും ഇതിലുള്ള ഏറ്റവും പിന്നെ സന്തോഷമുള്ള ഒരു പിന്നെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവുകൾ വരുമ്പോഴുള്ള ഒരു ഇതാണ്. പ്രാവുകൾ വന്ന് ഇറങ്ങുമ്പോഴുള്ള ഒരു സന്തോഷം ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അത് ശരിക്കും അനുഭവിക്കാൻ വേണം. അപ്പൊ അത് പ്രാവുകളെ മത്സരിച്ച് വന്ന് വരുമ്പോൾ അവരെ കാണുമ്പോൾ ആ സന്തോഷം അത് നേടി നമ്മുടെ കൈകളിൽ എത്തണം. ആ സമയത്ത് അല്ലെ? ആ കൈകളിൽ എത്തുമ്പോഴാണ് അതിന്റെ ഇത് നമുക്ക് കിട്ടുന്നത്. വന്നു കഴിഞ്ഞാൽ നമ്മള് വേഗം വിസിലടിച്ച് അവരെ ഇറക്കി
ഇറക്കി ഇവിടെ എത്തി ഇതാ, ഈ കൂട്ടിൽ ഇവിടെ എത്തി ഉള്ളിലേക്ക് കയറി അവിടെ നമ്മള് ഈ റിങ് അല്ലെ ഇപ്പൊ ഇവിടെയുള്ള ആ റിങ് ഇതാ ആ കാല റിങ്ങിന്റെ സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ ആപ്പിൽ ചേർക്കുക. ഒരുപാട് നടപടിക്രമങ്ങൾ പ്രൊസീജിയർ ഉണ്ട് ഇതിന്റെ പിന്നില്. അപ്പൊ ഇതിനകം തന്നെ വാർത്തകളിലൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം ഒരുപാട് പ്രാവുകൾ തിരിച്ചു വന്നു. അന്ന് വിട്ട പിന്നെ 9 പ്രാവില് 7 പ്രാവ് തിരിച്ചു വന്നു. ഇനി 2 പ്രാവ് വരുമെന്ന പ്രതീക്ഷ തന്നെയാണ്. എത്ര കാലം കാത്തിരിക്കുക ആ 2 പ്രാവിന് വേണ്ടിയിട്ട്? ചിലപ്പോ ആരെങ്കിലും കൈകളിൽ പെട്ടിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പിടിച്ചു വെച്ചിട്ടുണ്ടാവണം. പിന്നെ കാലിൽ റിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അപ്പൊ അവിടുന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നു കഴിഞ്ഞാൽ അവരെത്തും. അതല്ലെങ്കിൽ അവർ ജീവിച്ചിരിപ്പുണ്ടോന്നും നമുക്ക് അറിയാൻ കഴിയില്ല. ചിലപ്പോൾ ഫാൽക്കൺ അറ്റാക്ക് വരാം. അപ്പൊ ഏതായാലും അങ്ങനൊന്നും ഇല്ലാതെ തന്നെ നവാസിന്റെ കൈകളിലേക്ക് എത്തട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. നമ്മള് പിന്നെ നവാസ് വീണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് വിനോദങ്ങളുമായി ഹോബികളുമായി വ്യത്യസ്തമാർന്ന ഒരു സംഭവമാണുള്ളത്. അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. തിരൂര് നമ്മുടെ താന്നൂർ റോഡിലെ നടുവിലങ്ങാടിയിലാണ് നവാസിന്റെ ഷോപ്പ് ഉണ്ട്. വീടിന്റെ മുകളിലാണ് ലോഫ്റ്റ് ഉള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെ ഈ ഒരു വീഡിയോയിലേക്ക് ഇതുവരെ കണ്ടതിൽ നന്ദി, സന്തോഷം. താങ്ക് യു.